ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്മോക്കഡ് ഐ ക്രിയേറ്റ് ചെയ്യണത് നോക്കാം കേട്ടോ. അപ്പൊ സ്മോക്കഡ് ഐ ക്രിയേറ്റ് ചെയ്യാൻ മിക്കവാർക്കും പേർക്കും അറിയുന്നുണ്ടായിരിക്കും. അറിയാത്ത ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവർക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലിയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഐഷാഡോ പാലറ്റോ അല്ലെങ്കിൽ ബ്രഷുകളോ ഒന്നും വേണ്ട. നമ്മൾ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ ഐഷാഡോ പാലറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് എല്ലാവരും ഐബ്രോസ് ചെയ്യുന്നവരാണ് അല്ലെ. അതായത് ഐബ്രോ ചെയ്യാത്തവരായിട്ട് പൊതുവേ കുറവാണെന്നാണ് എന്റെ ഒരു നിഗമനം. അതായത് ബേസിക് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കയ്യിലുള്ള കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഐഷാഡോ പാലറ്റ്, പിന്നെ ഒന്ന് ഐലൈനർ, പിന്നെ ഒന്ന് മസ്കാര, മസ്റ്റ് ആയിട്ടുള്ളത് ലിപ്സ്റ്റിക്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇല്ലാത്തൊരു പെൺകുട്ടി ഇന്നുണ്ട് എന്നുള്ളത് ഉണ്ടാവും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുറവായിരിക്കും അല്ലെ. ഇത്രയെങ്കിലും നമ്മുടെ മിനിമലായിട്ട് നമ്മളെ കയ്യിലുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ചെറിയ റേറ്റ് ഉള്ളത് കിട്ടടാ. അപ്പൊ അത് മേടിച്ചാൽ മതി. നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് നോക്കിയിട്ട് ഇതൊക്കെ ഒരു അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില്. അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതുപോലത്തെ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ട്. ഇതിനിപ്പോൾ ഏകദേശം ഒരു 100 സംതിങ് ഒക്കെ ആയിരിക്കും ഇതിന് റേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഒരു 200 താഴെ. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ 3 കളേഴ്സ് വരുന്നുണ്ട്. അതായത് ഒരു ബ്ലാക്കും ഒരു ഗ്രേയും അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു സ്കിൻ കളർ പോലത്തെ ഒരു കളറും. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ബേസ് ചെയ്യാറ് കേട്ടോ. ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു ബ്രൗൺ കളർ ചൂസ് ചെയ്താൽ മതി. നമ്മൾക്ക് ഈ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് നമുക്ക് ഐഷാഡോ, അതായത് നമുക്ക് ബ്രഷും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ്, അതായത് ഒരു സ്കിൻ കളർ പോലത്തെ. ഇത് ബേസ് ആയിട്ട് എന്തായാലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കളറാണ് പ്ലീസ്. ഇത് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഐബ്രോ ഉണ്ടല്ലോ, ഈ ഐബ്രോ ഈ കണ്ണ് തമ്മിലുള്ള ഈ ഒരു കോർണർ, ഇവിടെ ഒരു എല്ലുണ്ടല്ലോ, ആ എല്ലിനോട്, അതായത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഐഷാഡോസ് നമ്മൾ ഇടേണ്ടത്. അതായത് ഇവിടെ വൈറ്റും, അതായത് ഇവിടെ നമ്മൾ ആ സ്കിൻ കളർ, നമ്മളെ ബോഡിയുടെ കളർ നിൽക്കണം. നമ്മൾ എന്ത് ഐഷാഡോ ചെയ്യുമ്പോൾ ഈ ഒരു കോർണറിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കണ്ണിന് ഭയങ്കരമായിട്ടൊരു ബൾജ് ചെയ്തിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മാസിന്റെ ലിപ്സ്റ്റിക് ആണ്. ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക് എടുത്തതിന് ശേഷം ജസ്റ്റ് കണ്ണിന്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണോ അതിനനുസരിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ഐ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇനി നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ബഡ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് ടൈം എടുത്ത് നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്തോറും നമുക്ക് ആ സ്പീഡ് കൂടും കേട്ടോ. നമുക്ക് ആ ഒരു നാക്ക് ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളാണ്. ഇത് ഇത്ര വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ തന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ സത്യത്തിൽ സ്മോക്കി ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്യണത് ഒരു 3 ലെയറായിട്ടായിരിക്കും കണ്ണിൽ. എനിക്ക് മനസ്സിലായതാണ് കേട്ടോ ഞാൻ പറയണം. അതായത് ഐലാഷസിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഡാർക്ക് കളറും, അതിൻ്റെ തൊട്ട് മുകളിൽ അതിനേക്കാൾ കുറച്ച് ലൈറ്റ് കളറ്, അതിനും തൊട്ട് മുകളിലായിട്ട് ഒന്നെങ്കിൽ ബ്രൗണ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്രൗൺ കളറിൽ മസ്കാര അല്ല ഐഷാഡോ. ആ ഒരു പാറ്റേണിലാണ് 3 കളറും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡായിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്മോക്കി ആയി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തിട്ടോ ഇതേപോലെ നമുക്ക് ജെല്ലായിട്ടുള്ള കാജലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കാജലും യൂസ് ചെയ്യാം കേട്ടോ. പെൻസിലോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ജെൽ ടൈപ്പുള്ള കാജലോ ഏത് യൂസ് ചെയ്യാം. വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് മാത്രം അപ്ലൈ ചെയ്തിട്ട് ആദ്യം ബ്ലെൻഡ് ചെയ്യാം. കാരണം ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിചാരിച്ച രീതിയിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനും നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു
ഔട്ട്പുട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ വളരെ കുറച്ചെടുത്തിട്ട് ആദ്യം ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുക കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം ഡാർക്ക്നെസ് കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ ഇതേപോലെ 3 ഡോട്ട് എടുത്തിട്ട് എപ്പോഴും ഔട്ടർ കോർണറിന് ഇന്നർ കോർണറിലേക്കായിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. കാരണം എപ്പോഴും കുറച്ചും കൂടി ഡാർക്കായിട്ട് നിൽക്കേണ്ടത് ഔട്ടർ കോർണറാണ് കേട്ടോ. അപ്പോഴാണ് ആ കണ്ണിനൊരു പ്രത്യേക ഒരു ഭംഗി വരിക. അപ്പോൾ ഇതേപോലെ നമുക്ക് ബഡ്സ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മിസ്സാക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. കണ്ടില്ലേ? ഇനി അതേപോലെ തന്നെ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് മെബിലിനോ അല്ലെങ്കിൽ ലാക്മയോ ഏത് പെൻസിലാണോ നമ്മളെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ ജെൽ ടൈപ്പായിട്ട് എഴുതിയതിൻ്റെ മുകളിൽ കൂടെ എഴുതിയിട്ട് ഒന്നുകൂടി ഡാർക്കൻ ആക്കുക എന്നാണ് ഉദ്ദേശം. അതേപോലെ തന്നെ വാട്ടർ ലൈന്, അതായത് കണ്ണിൻ്റെ ഉള്ളിലും ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗത്ത് മാത്രം, താഴ്ഭാഗത്ത് ഞാൻ എഴുതിയിട്ടില്ല. അതിനുശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്യും വേണം, കുറച്ചും കൂടി ഇതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടും വേണം. അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഐബ്രോ പാലറ്റിൽ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ എൻ്റെ ജെൽ ടൈപ്പ് കാജൽ മീൻസ് കൺമഷിയിൽ മുകളിൽ വരുന്നതാണ് ഈ ഒരു പൗഡർ. നമുക്കിതുപോലെ സ്മോക്കിയായി ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അതോ അല്ലെങ്കിൽ ഇതേപോലെ ഐബ്രോ പാലറ്റിലുള്ള ബ്ലാക്ക് കളറോ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ബ്രഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബഡ്സ് യൂസ് ചെയ്തിട്ടോ ഒന്നും കൂടി എഴുതി കൊടുക്കാം. അങ്ങനെ എഴുതുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാജൽ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത് അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കും ചെയ്യും, കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും ചെയ്യും. നമ്മൾ ആ കൺമഷി ഒന്നും കൂടി ഡാർക്കായിട്ട് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും ചെയ്യും. ആദ്യം തന്നെ നമ്മൾ പൗഡർ യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ പരക്കും. അതുകൊണ്ടാണ് ആദ്യം കാജൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നർ കോർണർ മീൻസ് ഔട്ടർ കോർണറിന് ഇന്നർ കോർണറിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ബ്രൗൺ കളറ് ഐ ഷാഡോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക്, ഞാൻ അതുമല്ല ബ്രൗൺ കളർ കാജലൊക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ ഒരു ബ്ലാക്കായിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ തൊട്ട് മുകളിൽ, ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും ഞാൻ ഈ പറയുന്നതിനേക്കായും. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കിതേപോലെ ഐ ഷാഡോ ആണെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ ടൂള് അത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ മുകളിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. മുകളിൽ ഇട്ട് കൊടുക്കാം. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാജലിട്ടതിൻ്റെ തൊട്ട് മുകളിൽ, അതിൻ്റെ മേലെയല്ല, അതിൻ്റെ മുകളിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവുമല്ലോ അല്ലേ, ഞാനിത് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്നാണ് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തൊട്ട് മുകളിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ആ കാജലും ആ ഒരു ഇതും നല്ലപോലെ ബ്ലെൻഡ് ആവണം. അപ്പോൾ നമ്മൾ മറ്റേ കണ്ണും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെയും കുറച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ മസ്കാര യൂസ് ചെയ്തിട്ട് ഒരു 2 കോട്ട് മസ്കാരയൊക്കെ ഇട്ടോട് കൊടുക്കുക. മാസിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ മസ്കാര ഇട്ട് കൊടുത്താൽ തന്നെ കണ്ണിന് നല്ലൊരു എന്താ പറയുക, കുറച്ച് വലിപ്പമുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്, എങ്കിൽ നിങ്ങൾക്ക് കോളേജിലേക്കും അതേപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ ഡെയിലി നമുക്ക് ചെയ്തു പോകാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ലുക്കാണ്. അതുപോലെ തന്നെ ഫങ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും ഓണം സെലിബ്രേഷനും ഓണം കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും, കാരണം നമ്മളൊരു ബിഗിനറാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ തിരുത്തിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.